നിങ്ങളുടെ അഭിപ്രായത്തിൽ മലയാളത്തിൽ എത്ര സൂപ്പർ സ്റ്റാർ? മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി. 3 പേരും. എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഇവർ തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട? അത് കാലങ്ങളോളം നിലനിൽക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ആക്ഷൻ പടങ്ങൾ ചെയ്താലാണ് സൂപ്പർ സ്റ്റാർ ആവുക, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ കേട്ടിരിക്കണം അങ്ങനെയാണ്. ആക്ഷൻ പടം ചെയ്ത് ഒരു മാസ് ഓഡിയൻസിനെ. ഈ പറയുന്ന 3 പേരും അവർ ആക്ഷൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല പറയണത്. പക്ഷേ ശരിക്കും ഇപ്പോൾ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആകുന്നത് ഏത് പടത്തിലാണ്? സൂപ്പർ സ്റ്റാർന്ന് മമ്മൂട്ടിയെ പറഞ്ഞു തുടങ്ങിയത് ഓർമ്മയുണ്ടോ? എൻ്റെ ഓർമ്മയിലില്ല. ന്യൂഡൽഹി അല്ലേ? ന്യൂഡൽഹി ഒരു കംബാക്ക് സിനിമയാണ്. അതിന് മുമ്പ് ഞാൻ അറിയണതും നമ്മുടെ വെച്ചാൽ അതിന് മുമ്പ് വരെയും ഗ്രാഫ് എഴുതായിരുന്നു. പിന്നെ പെട്ടെന്ന് പിന്നെയും മേളിലേക്ക് കുതിച്ചൊരു സിനിമ ന്യൂഡൽഹിയായിരുന്നു. ന്യൂഡൽഹിയിലാണെന്ന് തോന്നുന്നു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മാധ്യമങ്ങൾ മമ്മൂട്ടിയെ എഴുതി തുടങ്ങി. എൻ്റെ ഒരു ഓർമ്മയിൽ നമുക്ക് അപ്പോൾ അത്ര ഓർമ്മയില്ലാത്തൊരു ഇതായതാണ്. മോഹൻലാലിന്റെ രാജാവിന്റെ മകൻ. അത് പിന്നെ സംശയമില്ലാത്ത കാര്യം. രാജാവിന്റെ മകനിലാണ് മോഹൻലാലിന് വേറൊരു ഇതിലോട്ട് വരുന്നത്. ഈ സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഏത് സിനിമയിലായിരുന്നു? ഷാജി കൈലാസ് പടങ്ങളാണല്ലോ സുരേഷ് ഗോപിയായിട്ട്. എനിക്ക് തോന്നുന്നത് ഏകലവ്യൻ, കമ്മീഷണറിന് ശേഷമാണ് തോന്നുന്നത്. കമ്മീഷണറാണ് കൃത്യമായി പറയുകയാണെങ്കിൽ. എല്ലാവരും അതുവരെ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് ആളുകൾ പറഞ്ഞിട്ടില്ല അല്ലേ? കമ്മീഷണറാണ് ആളുടെ ഒരു വലിയൊരു. അപ്പൊ ഈ 3 പേരും സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മറ്റേ മാധ്യമങ്ങളല്ലേ സൂപ്പർ സ്റ്റാറിനെ ഉണ്ടാക്കുന്നത്? അവരെഴുതി തുടങ്ങി. ഇവരായി വരുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ഇല്ല, ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല, ആരും ഇല്ല, എഴുതാനും ഒന്നുമില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സൂപ്പർ സ്റ്റാർ. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ സൂപ്പർ സ്റ്റാറിനെ പറയുള്ളൂ. അല്ല, ഇവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ലേ. എന്നുവെച്ചാൽ അവർ ആ ഒരു ഇയർലി വരികയും പിന്നെ ഇവരുടെ കോമ്പിനേഷൻ പടങ്ങൾ തന്നെ അവർ ചെയ്തിട്ടുള്ള ഭയങ്കരമല്ലേ. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ, മോഹൻലാലും മമ്മൂട്ടിയും കൂടെ ചെയ്തിട്ടുള്ള പടങ്ങൾ ഇന്ന് ഒരു നായകനും ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. 60 പടങ്ങളോളം ഇവർ രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ട്. 60 അല്ല, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 60-ലേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു നായകന് ഒറ്റയ്ക്ക് 60 പടം ചെയ്യാൻ പറ്റില്ല. മലയാളത്തിൽ പുതിയതായിട്ട് വരുന്നൊരു നായകന് 60 പടം ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് മുമ്പ് ഒരു 10-20 പടം കഴിയുമ്പോഴേക്ക് സ്റ്റോക്ക് ഔട്ട് നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ 100 പടത്തിന് മുകളിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മുടെ പൃഥ്വിരാജാണ്. മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാലാണെങ്കിലും ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലും ഒരു 3 തലമുറയിലുള്ള ആളുകളെയാണ് ഇവർ എൻ്റർടൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും മമ്മൂക്ക മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെ എൻ്റെ മോള് മമ്മൂക്ക മോഹൻലാൽ എന്ന് പറയുന്ന ഇതിലെ ആ ഒരു ലെവലിലാണ് അവളും. അല്ല, ഇവരുടെ ഒരു വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രയോ ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സുമായിട്ടാണ് ഇവർ അസോസിയേറ്റ് വർക്ക് ചെയ്യാനുള്ളത്. ഇന്നിപ്പോൾ ടി വിയിൽ ഇവരൊരു പടം വരികയാണെങ്കിൽ ഒരുമാതിരി പടങ്ങളെല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന പടങ്ങളാണ്. ശരിയാണോ? ബാക്കി ഒത്തിരി നടന്മാരുണ്ട്. നമുക്ക് അയ്യോ അന്ന് അങ്ങനത്തെ ഒരു പടം ഹിറ്റായോ നമ്മളെങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിക്കാണ്ട് ഓഫ് ചെയ്ത് വയ്ക്കും. പക്ഷെ ഇവരുടെ പടങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐവിശേഷമായിട്ട് അസോസിയേറ്റ് ഉള്ളവരുടെ സിനിമകളെന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് ഇന്നും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയ പടങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ഓഫ് ദ ലാലേട്ടൻ ഫേവറേറ്റ് സിനിമ ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പടം? ലാലേട്ടൻ ഫേവറേറ്റ് സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ മമ്മൂക്ക ഫാനാണ്. അതെനിക്കറിയാം. എന്നാലും നിങ്ങൾക്കൊരു പടങ്ങൾ കാണുമല്ലോ, എന്തായാലും ലാലേട്ടൻ്റെ പടങ്ങൾ കാണും. 100% ഞാൻ മമ്മൂക്ക ഫാനാണ്. കാരണം മമ്മൂട്ടിയുടെ എൻ്റെ അച്ഛൻ മമ്മൂക്ക ഫാൻ മീൻസ് അച്ഛൻ ഫാനല്ല, മമ്മൂക്കയുടെ എല്ലാ സിനിമകളും ഞങ്ങളെ കാണിക്കും. പിന്നെ മമ്മൂട്ടിൻ്റെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ശബ്ദരേഖകൾ കാണിച്ചുകൊണ്ട് വരും. ടേപ്പ് റെക്കോർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കൂടുതലും ഞാൻ മമ്മൂട്ടിയുടെ കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് പിന്നെ എനിക്ക് മോഹൻലാലിൻ്റെ എല്ലാ പടവും കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെ എല്ലാ പടവും കണ്ടിട്ടുണ്ട്. എനിക്ക് മോഹൻലാലിൻ്റെ പടങ്ങളും ഒരുപാട് ഓർത്ത് വയ്ക്കേണ്ട സിനിമകളൊക്കെ ഉണ്ട്. രാജാവിൻ്റെ മകനെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള പടമാണ്. പിന്നെ അതുപോലെ നാടുവാഴികൾ, 20-ാം നൂറ്റാണ്ട്, അങ്ങനെയുള്ള പഴയ ആ സിനിമകളൊക്കെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നിന്നല്ല കേട്ടോ അതൊന്നും കണ്ടിരിക്കണേ. ഞാൻ ടി വിന്നും CD-യിലൊക്കെയാണ് കണ്ടിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് കണ്ടിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ ഞാൻ ഇതിലാണ് കണ്ടിട്ടുണ്ട്. അല്ല, കാണുമ്പോൾ തിയേറ്റർ കാണുന്ന പോലെ തന്നെ ഒറ്റ ഇതിലിരുന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ
എൻ്റെ മമ്മൂട്ടിയുടെ ഫേവറേറ്റ് സിനിമ എന്ന് പറയുന്നത് ശരിക്കും അതാരും വലിയ ഫേവറേറ്റ് സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ എന്നുള്ളതിനപ്പുറത്തോട്ട് വലിയ ഫേവറേറ്റ് സിനിമ എന്നൊന്നും ആരും പറയുമൊന്നുമില്ല. ഒരു സിനിമാ പ്രേമിയൊക്കെ അതുപോലെ വലിയ ഫേവറേറ്റ് സിനിമയാണോ എന്നൊന്നും പറയണമെന്നില്ല. എനിക്ക് ഇൻസ്പെക്ടർ ബൽറാം, ആവനാഴി, അങ്ങനെയുള്ള ന്യൂഡൽഹി, അങ്ങനെയുള്ള സിനിമകളില്ലേ, ഒരു പവർഫുൾ ഹീറോ എന്ന് പറയുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. എനിക്കും മമ്മൂക്കയുടെ ഒരു ഫേവറേറ്റ് പടമുണ്ട്. അതായത് ഫ്യൂ ഫേവറേറ്റ്സിലെ ഒരു പടം ഇപ്പം പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരും. എനിക്ക് നിറക്കൂട്ട് ഭയങ്കര ഇഷ്ടമുള്ള നിറക്കൂട്ട് ഭയങ്കര ഇഷ്ടമുള്ള പടം. നിറക്കൂട്ടൊക്കെ ഗംഭീര സിനിമയല്ലേ. അങ്ങനെ വേറൊരു രീതിയിൽ പോർട്രേ ചെയ്ത് കാണിക്കുന്നതും പിന്നെ പാട്നകത്ത് മറൈൻ ഡ്രൈവിലോട്ട് പോകുമ്പോഴത്തേനും അശോകയുടെ ഫ്ലാറ്റ്സും അതിനകത്തുള്ള ആളുടെ ഗ്ലാസ് വെച്ചിട്ടുള്ള ലുക്കും അതൊക്കെ വേറൊരു നമുക്ക് വളരെ താല്പര്യമുള്ള ഒരു സിനിമകളിലൊന്നാണ്. നിങ്ങൾ എങ്ങനെയാണ് മോഹൻലാൽ ഫാനായത്? മോഹൻലാൽ ഫാൻ എന്നല്ലേ പറഞ്ഞത്? ലാലേട്ടനാണ് നമ്മുടെ അതെങ്ങനെയായി ഫേവറേറ്റാണ്. വെറുതെ അങ്ങായോ? അത് കുറെ സിനിമകൾ കാണാൻ മാത്രമല്ല, കാര്യം ഈ പറയുന്ന രീതിയിൽ സുഹൃത്തുക്കളായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേനും അവരിരുന്ന് മമ്മൂക്കയുടെ പടങ്ങൾ പറയുന്നു, വാഴ്ത്തുന്നു, പലതും പറയുന്നു. അപ്പോൾ അതേപോലെ നമ്മളും അങ്ങോട്ട് പറഞ്ഞ് നമ്മൾ ഒരു കാപ്പി കുടിച്ചെല്ലാം ചായ കുടിച്ച് ടേബിളിൻ്റെ മുകളിലിരുന്ന് സംസാരിച്ച് അതിലേക്ക് ഡീപ്പറായിട്ട് ആയതാണ്. ജിമ്മി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് എനിക്ക്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ദുബായിൽ. ഇവൻ ഭയങ്കര മോഹൻലാൽ ഫാനാണ്. വെറുപ്പിച്ച് കളയും. മമ്മൂടിനെ ചീത്ത പറഞ്ഞാണ് ഇവൻ നമ്മളെ വെറുപ്പിക്കുക. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ നല്ല സുഹൃത്താണ്. ഞങ്ങൾ ഫൈറ്റ് ഉണ്ടാകുന്നത് എൻ്റെ ഒരു വേറെ സുഹൃത്തുണ്ട് ജോമാൻ. ഞാനും ജോമാനൊക്കെ കട്ട മമ്മൂട്ടി ഫാനാണ്. ഇവൻ മോഹൻലാൽ ഫാനാണ്. പക്ഷെ അവൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടീമിൽ 6-7 പേരുള്ള ടീമിൽ അവൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഒറ്റയ്ക്ക് മതി. മനസ്സിലായില്ലേ? ഒരു ആ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിന്ന് അപ്പൊ തന്നെ ലാലേട്ടന്റെ പവർ മനസ്സിലായില്ലേ? അതല്ല അപ്പൊ തന്നെ മനസ്സിലായില്ലേ പവർ മനസ്സിലായില്ലേ? അല്ല, നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളുകളൊന്നും അല്ല. അങ്ങനല്ല, കൂട്ടത്തോടെ വേണ്ട, ഒറ്റയ്ക്കുള്ള ശക്തി. ഞങ്ങള് ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളൊരു 6-7 പേരുള്ള ഒരു ഗ്രൂപ്പിനകത്ത് ഈവൻ ബാക്കിയുള്ളവര് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മമ്മൂട്ടി ഫാനും ബാക്കിയുള്ളവര് ന്യൂട്രാണ്. അവര് മമ്മൂട്ടിയുടെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ്. കാരണം ഈ നമ്മൾ അങ്ങ് അടിയൊക്കെ ഉണ്ടാക്കും അന്ന്. നമുക്ക് അത്ര ബോധമല്ലേ ഉള്ളൂ. മനസ്സിലായി. ഇത് പൊളിറ്റിക്സ് പോലെ തന്നെയാണ്. മനസ്സിലായി. ഇവര് നിൽക്കുന്നതിന്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസ് ഉള്ളവർക്കേ വിജയം ഉണ്ടാവുള്ളൂ. കാരണം ഒരു ഇച്ചിരി മോശമായിട്ടുള്ളൊരു പടം വന്നാലും ഞങ്ങൾ പോയിട്ട് 2-3 തവണ കാണും. വേറെ ആളുകൾ കുറവാണെങ്കിൽ അങ്ങനെയൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു വികാരമാണ്. അതിങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പം ഇവനെ ജിമ്മിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ജോമോൻ്റെ കൂടെ കൂടിയിട്ട് ഞാൻ മമ്മൂട്ടി ഫാനാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നൊരു സാധനം വന്നിട്ട്. അല്ലാണ്ട് ഫാൻസ് അസോസിയേഷനോ അതിൻ്റെ ഗ്രൂപ്പോ താരങ്ങളോ ഒന്നുമില്ല. മെയിൻ ചർച്ചകൾ വരുമ്പോൾ ചർച്ചകൾ പടത്തെ ബേസ് ചെയ്തിട്ടാണ് ചർച്ചകൾ വരുന്നത്. ഓരോ സീസണിലും ഓരോ വിഷുവിനോ ഒരു ഓണത്തിനോ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും അഭിനയം വെച്ചിട്ട് മോട്ടയിലകത്ത് മമ്മൂട്ടിക്ക് പാട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് മറ്റേതുണ്ട് മറിച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമായിരുന്നു, വഴക്കുണ്ടാക്കുമായിരുന്നു. മോഹൻലാലാണ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത്, മമ്മൂട്ടി ഡാൻസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് തല്ലുണ്ടാക്കും.